മിയാവാക്കി മാതൃകയിൽ ആളുകൾ ചിലവ് കുറച്ചും പുതിയ സ്വന്തമായിട്ട് കുറച്ചുകൂടെ ചിലവ് കുറച്ചും തന്നെത്താനെ ചെയ്തും ഇപ്പോൾ കാണുന്ന പല മിയാവാക്കി മാതൃകാ വനങ്ങളും യഥാർത്ഥ മിയാവാക്കി മാതൃകാ വനങ്ങളിൽ നിന്നും വളരെ അകലെ എത്തിയിരിക്കുന്നു. മിയാവാക്കി മാതൃക സ്വാഭാവിക വനം നിർമ്മിക്കലാണ്. പക്ഷേ ചിലവ് കുറച്ച് അതൊരു മരക്കൂട്ടം നിർമ്മിക്കലായിട്ട് മാറുന്നുണ്ടോ എന്നൊരു സംശയം. അതേക്കുറിച്ചാണ് ഈ വീഡിയോ. ഇത് കഴിയുന്നത്ര ആളുകളുമായി പങ്കുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. നമ്മുടെ മലയാള ഭാഷയിലൊരു ചൊല്ലുണ്ട്, ഗ്രന്ഥം 3 പകർത്തിയിടുമ്പോൾ മുഹൂർത്തം മൂത്രമായിടും എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഈ പുസ്തകങ്ങൾ പകർത്തി എഴുതുകയാണ് ചെയ്യുന്നത്. അച്ചടി വന്നിട്ടൊരു നമ്മുടെ ആധുനിക അച്ചടി വന്നിട്ടൊരു 500 വർഷമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് നമ്മൾ പുസ്തകങ്ങൾ പകർത്തി എഴുതുകയാണ് ഈ അടുത്ത കാലം വരെ, ഒരു 200 വർഷം മുമ്പ് വരെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഓലയിൽ നിന്ന് ഓലയിലേക്ക് പകർത്തും. അങ്ങനെ മൂന്നാമത്തെ പകർത്ത് വരുമ്പോൾ ആദ്യത്തേൽ മുഹൂർത്തം, രണ്ടാമത്തേൽ മൂർത്തം, പിന്നെ വരുമ്പോൾ അത് മൂത്രം എന്ന തരത്തിലേക്ക് പല വാക്കുകളും മാറിപ്പോകുന്നൊരു ചൊല്ലുണ്ട്. സത്യത്തിൽ നമ്മുടെ മിയാവാക്കി മാതൃകയ്ക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതാണ്. മിയാവാക്കി മാതൃകയിൽ ആളുകൾ ചിലവ് കുറച്ചും പുതിയ സ്വന്തമായിട്ട് കുറച്ചുകൂടെ ചിലവ് കുറച്ചും തന്നെത്താനെ ചെയ്തും ഇപ്പോൾ കാണുന്ന പല മിയാവാക്കി മാതൃകാ വനങ്ങളും യഥാർത്ഥ മിയാവാക്കി മാതൃകാ വനങ്ങളിൽ നിന്നും വളരെ അകലെ എത്തിയിരിക്കുന്നു. ഞാനിത് പറയാൻ കാരണം എനിക്ക് സ്ഥിരമായിട്ട് വരുന്ന ഒരു ചോദ്യമാണ്, മിയാവാക്കി മാതൃകാ വനം ചെയ്തു തരുമോ എന്നുള്ളത്. അപ്പോൾ ഞങ്ങളത് ചെയ്ത് കൊടുക്കില്ല എന്നാണ് പറയുന്നത് മിക്കവാറും പേരോട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഇതിൻ്റെ കോസ്റ്റിനെ കുറിച്ചൊരു ധാരണ ഇല്ലാതെയാണ് ചോദിക്കുന്നത്. 1 ഏക്കർ സ്ഥലത്ത് മിയാവാക്കി വനം വെച്ച് തരുമെന്ന് മറ്റുമാണ് പലരും ചോദിക്കുന്നത്. 1 ഏക്കർ സ്ഥലത്ത് ശാസ്ത്രീയമായിട്ട് മിയാവാക്കി വനം വെക്കണമെങ്കിൽ പൂർണ്ണമായിട്ടും 43,000 സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് വെക്കണമെങ്കിൽ അതിൻ്റെ ചിലവ് ഏകദേശം ഒരു 1 കോടി രൂപയ്ക്ക് മുകളിൽ പോകും. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 1,60,00,000 രൂപ ചിലവ് വരും. പക്ഷേ അത്രയും വേണ്ടി വരില്ല. ബൾക്കാകുമ്പോൾ കുറച്ച് കുറയും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിനിടയ്ക്ക് വഴിയും പുഴയൊക്കെ ആകുമ്പോൾ വീണ്ടും കുറയും. എന്നാലും 1 കോടിക്ക് മുകളിലാണ്. പക്ഷേ യഥാർത്ഥത്തിൽ 1 ഏക്കർ സ്ഥലത്ത് നമ്മൾ മിയാവാക്കി വനം വെക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നിറച്ച് വെക്കേണ്ട കാര്യമില്ല. ഒരു 10 സെൻറ്റ് സ്ഥലം അല്ലെങ്കിൽ ഒരു 15 സെൻറ്റ് സ്ഥലത്ത് മാത്രം മിയാവാക്കി വെച്ചാൽ മതി. അത് ആ സ്ഥലത്തിൻ്റെ പല ഭാഗത്തായിട്ട് ഒരു 3 സെൻറ്റ് വീതമുള്ള ഒരു 5 പ്ലോട്ടുകൾ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലോട്ടിനെ കാലാവസ്ഥ നിയന്ത്രിക്കാനുള്ള ഒരു ആവശ്യത്തിനുള്ള മിയാവാക്കി വനങ്ങളായി. പക്ഷേ അത്രയും ചെയ്യണമെങ്കിൽ തന്നെ 15 സെൻറ്റ് ചെയ്യണമെങ്കിൽ തന്നെ അതിന് ഏകദേശം ഒരു 30 ലക്ഷം രൂപ അടുത്ത് ചിലവ് വരും. 25 ലക്ഷം രൂപ ചിലവ് വരും. അതൊരു വീട് വെക്കുന്ന ചിലവ് വരും. അത് ചിലവാക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാനൊക്കെ ഉള്ളൂ. അത് അങ്ങനെ ചിലവാക്കാൻ പൈസ ഉണ്ടെങ്കിൽ ആളുകൾ ചിലവാക്കണമെന്നില്ല. കാരണം ഇതിൻ്റെ പ്രയോജനത്തെക്കുറിച്ച് ആൾക്ക് പൂർണ്ണമായൊരു ബോധ്യം വേണം. ആ ബോധ്യം ആളുകൾക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിലേക്ക് ഇടപെടാറില്ല. പക്ഷേ ഇപ്പോൾ പലയിടത്തും പല പ്രശ്നങ്ങളും നമ്മളിതിൽ കാണുന്നുണ്ട്. കാരണം കുറേ മരങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിക്കാരെ കൊണ്ട് കുറേ മരം അടുപ്പിച്ച് കുഴിച്ച് വെച്ചിട്ട് വളരെ അതായത് നല്ല ആത്മവിശ്വാസത്തോടെ ഒരു നഗരസഭാധ്യക്ഷ ഈയിടെ എന്നോട് പറയുകയുണ്ടായി, ഞങ്ങളവിടെ മിയാവാക്കി വനം എല്ലാ വാർഡിലും ഓരോന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനതിൽ 1-2 കണ്ടു. അതിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. കാരണം മരം ചേർത്ത് കുഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് മിയാവാക്കി ആവില്ല. അതിന് ചില ശാസ്ത്രീയ അടിസ്ഥാനങ്ങളൊക്കെ ഉണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ പറയുന്നത് അതല്ല. ആർക്കെങ്കിലും മിയാവാക്കി വനം വളരെ ശാസ്ത്രീയമായിട്ട് വേണം, അതിനുവേണ്ടി പണം ചിലവാക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, കാരണം അസറ്റ് ഹോംസ് പോലെയുള്ള ചില സ്ഥാപനങ്ങൾ ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അവർ വളരെ കൃത്യമായിട്ട് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടുള്ള മിയാവാക്കി വനങ്ങൾ അവരുടെ പുതിയ ഫ്ലാറ്റുകളുടെ മുമ്പിലും മറ്റും വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇവിടെ തിരുവനന്തപുരത്ത് കുടപ്പനക്കുന്നിൽ ഞങ്ങൾ തന്നെ ഒരെണ്ണം ചെയ്തിരുന്നു. വളരെ നല്ല രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്, ഒരു 4 സെൻറ്റ് സ്ഥലത്ത്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിവിടെ ഒരു നമ്പർ കൊടുക്കുന്നു. ഇത് പൂർണ്ണമായിട്ടും പ്രൊഫസർ മിയാവാക്കി അനുശാസിച്ചിരിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടത് ചെയ്യും. അത് താല്പര്യമുള്ളവർ മാത്രം. അതിന് പണച്ചെലവുണ്ട്. 1 സ്ക്വയർ ഫീറ്റിന് ഏകദേശം 400 രൂപ അടുപ്പിച്ച് ചിലവ് വരും. അത്രയും ചിലവാക്കാൻ തയ്യാറുള്ള ആളുകൾ മാത്രം ആ നമ്പറിൽ ബന്ധപ്പെടുക. ബാക്കിയുള്ളവർ വീഡിയോ കണ്ടിട്ട് സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ച് ശ്രദ്ധിച്ച് കാണുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ചെയ്യുന്ന അബദ്ധങ്ങൾ ഒത്തിരി ഒഴിവാക്കാം. പിന്നെ ചിലവ് കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും അത് അബദ്ധത്തിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് കുറച്ച് പണം സംഭരിച്ച് മാത്രമേ അത് ചെയ്യാവുള്ളൂ. ആകെ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മുഴുവൻ സ്ഥലത്ത് ഇത് ചെയ്യുക എന്നുള്ളത് വിട്ടിട്ട് കുറച്ച് സ്ഥലത്ത് ചെയ്യുക. നിങ്ങളുടെ കയ്യിലുള്ള പണം അനുസരിച്ച് 200 സ്ക്വയർ ഫീറ്റിലോ 400 സ്ക്വയർ ഫീറ്റിലോ ഒക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴും ചെയ്യുന്നത് വൃത്തിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് ചെയ്യാതെ ചെയ്യുന്ന ഭാഗം വൃത്തിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. എന്താണ് ഇനി ഇതിലെ വൃത്തിയുടെ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ കുറേ അധികം പ്രാണികളുടെ പടം കാണുന്നുണ്ടല്ലോ. ഇതൊരു മിയാവാക്കി വനത്തിൽ, ഞാനിവിടെ പുളിയറക്കോണത്ത് വെച്ച് മിയാവാക്കി വനത്തിൽ വന്ന പ്രാണികളുടെ പടമാണിത്. ഏതാണ്ട് 135 പ്രാണികളുടെ പടം ഞങ്ങളിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രാണികൾ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സാധാരണ നമ്മൾ ചെടിയിലും ഇതിലുമൊക്കെ റോസയിലുമൊക്കെ വിഷം തെളിച്ചിരിക്കുമ്പോൾ അവിടെ ഒരു ചിലന്തിയെ പോലും കാണാറില്ല, അല്ലെങ്കിൽ വളരെ ചെറിയൊരു വിട്ടിലിനെ പോലും കാണാറില്ല. കാരണം ഇതെല്ലാം ഈ വിഷത്തിൽപ്പെട്ട് നശിച്ചു പോവുകയാണ്. ഇത്രയധികം പ്രാണികൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇത്രയധികം പ്രാണികൾ വരുമ്പോൾ നമ്മുടെ ഫുഡ് വെബ് എന്നൊരു സംഗതിയുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ വേറെ ഒരു മണ്ണിലെങ്ങനെ വളം എന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ടൊരു സാധനം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഈ ഫുഡ് വെബിലെ അഥവാ ഭക്ഷ്യ ശൃംഖലയിലെ കണ്ണികളാണിതെല്ലാം.
ഇതിൽ ഒന്നിനെ മറ്റേതെന്ന് വരുന്നതുകൊണ്ടാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾക്ക് വേണ്ട പോഷകമൂല്യം കിട്ടുന്നത്. ഇതല്ലാതെ നമ്മളൊരു പോളി ഹൗസിലോ ഒക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങളിൽ ഈ പറയുന്ന എല്ലാ എലമെൻസും കാണുകയില്ല. അതിൽ മൈക്രോബ്സും കുറച്ചുകൂടി സങ്കീർണമായ ഒരു വിഷയമാണ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പോൾ ഈ പറയുന്ന പ്രാണികൾ, നിങ്ങളിപ്പോൾ ഈ കണ്ട എത്രയും പ്രാണികൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ അത്രയും പ്രാണികൾ നമുക്ക് ചുറ്റുമുണ്ട്, അവയ്ക്കിരിക്കാൻ ഒരു അഭയം ഇല്ല എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദ്യം വരും, ഇത്രയും പ്രാണികൾ വന്നാൽ നമുക്ക് ചുറ്റുമുള്ള ചെടികൾ നശിച്ചു പോകില്ലേ? ഒരു ചെടിയും നശിച്ചു പോകുന്നില്ല എന്നാണ് കാണേണ്ടത്. എല്ലാ ചെടിയിലും 1 or 2 ഇല. അപ്പോൾ ഒരു ശരിയായ മിയാവാക്കി വനം നിങ്ങൾ വെച്ചാൽ അവിടെ നിങ്ങളുടെ ചെടികളെ കീടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ആവശ്യമുള്ള അതിനേക്കാൾ വലിയ കീടങ്ങൾ വന്നോളും. കീടങ്ങൾ, ബഗ്സ് ലൈഫ് എന്നുള്ള സിനിമ നിങ്ങൾ വല്ലതും കണ്ടിട്ടുണ്ടായിരിക്കും. ആ ബഗ്സ് ലൈഫ് വളരെ പ്രശസ്തമായ ഒരു ആനിമേഷൻ ചിത്രമായിരുന്നു. നമ്മുടെ ആപ്പിൾ കമ്പ്യൂട്ടർ സ്ഥാപകൻ സ്റ്റീവ് ജോബ്സ് അദ്ദേഹം നിർമ്മിച്ച ചിത്രമാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത ഇങ്ങനെ പ്രാണികളുടെ ലോകമാണ്. പ്രാണികൾ തമ്മിലുള്ള മത്സരത്തിലാണ്. അവസാനം ഒരു ചെറിയ പക്ഷി വരുമ്പോൾ ഈ വലിയ ഒരു ഭീകരനായിരുന്ന വില്ലനായിരുന്ന വിട്ടിലിനെ അവൻ വിഴുങ്ങിക്കൊണ്ട് പോവുകയാണ്. അത്രയേ ഉള്ളൂ പ്രാണികളുടെ കഥ. ഈ പറയുന്ന നമ്മുടെ ചെടിയുടെ ഇല മുഴുവൻ തിന്ന് തീർക്കുന്ന ഒരു പൂമ്പാറ്റയുടെ കുഞ്ഞ് ലാർവയായിരിക്കും. ആ ലാർവയെ വേറൊരു പക്ഷി എടുക്കുമ്പോൾ അത് തീർന്നു. അല്ലാതെ നമ്മളീ പറയുന്ന പോലെ പ്രാണികൾ വന്ന് നമ്മുടെ ചുറ്റുമുള്ള കംപ്ലീറ്റ് മരങ്ങളുടെ ഇല തിന്ന് തീർത്ത് നിൽക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ ഈ പുളിയറക്കോണത്ത് ഒരു മരത്തിനും ഒരിലയും കാണാൻ പാടില്ല. കാരണം ഇത്രയധികം പ്രാണികൾ ഇവിടെയുണ്ട്. പക്ഷേ ഇവിടെ എല്ലാ ഇലയും സമ്പുഷ്ടമായിട്ടാണ്, ഈ വേനൽക്കാലത്ത് പോലും ആവശ്യത്തിന് ഇലകളുമായിട്ടാണ് ചെടി നിൽക്കുന്നത്. അതുകൊണ്ട് ശാസ്ത്രീയമായി ഒരു നല്ല മിയാവാക്കി വനം നിങ്ങളുടെ പറമ്പിൻ്റെ മൂലയിൽ നിങ്ങൾക്കാകാവുന്ന പരിധിയിൽ തീർത്താൽ അത് നിങ്ങൾക്ക് വലിയ തോതിൽ പ്രയോജനം ചെയ്യും. അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. സ്വന്തമായിട്ട് ചെയ്യുന്നില്ല, നിങ്ങൾ അതിന് ഇത്ര പണം ചിലവാക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം ഈ താഴെ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചാൽ അവർ വന്ന് കൃത്യമായിട്ടത് ചെയ്തു തരും. ഇത് ഒരുപാട് പേര് ചോദിക്കുന്നു. അപ്പോൾ എനിക്ക് ഇവിടുന്ന് 10 ഫോൺ കോൾ വരുന്നുണ്ടെങ്കിൽ 8 ഫോൺ കോൾ ഇതാര് ചെയ്തു തരുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ നമ്പർ ഇവിടെ പരസ്യമായിട്ട് കൊടുക്കുന്നത്.